ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടിൻസ്റ്റേഴ്സ്. നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ പാറട്ടിൻ്റെ സ്കൂളിൽ ഓണം സെലിബ്രേഷനാണ്. അതിനേക്കാൾ ഉപരി ഞാൻ എല്ലാ പ്രാവശ്യവും എപ്പോഴും ഞാൻ ചെയ്യണം നിൽക്കുന്ന ഒരു വീഡിയോ ഉണ്ട് കേട്ടോ. പാറുവിന് സ്കൂളിലേക്ക് ഒരു പൊതിച്ചോറ് കൊടുത്തയക്കണമെന്ന്. അപ്പോൾ ഇപ്രാവശ്യം ഓണത്തിന് അവിടെ സദ്യയില്ല, നമ്മൾ ഓരോ വീട്ടിൽ നിന്നും ഓരോ കുട്ടിക്കും പൊതിച്ചോറ് കൊടുത്തയക്കുക, അതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നോക്കി ഇപ്രാവശ്യം അപ്പോൾ ഓണം സെലിബ്രേഷൻ, പാറുട്ടൻ്റെ മേക്കപ്പ് പ്ലസ് പൊതിച്ചോറ് മേക്കിംഗ് എല്ലാം കൂടെ കൊളാബറേഷനായിട്ടുള്ളൊരു ഓണമായിരിക്കും. ഓണം സെലിബ്രേഷനാണ് ഇപ്രാവശ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളത് ഞാൻ തലേ ദിവസം തന്നെ എല്ലാതും ഒരുക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞൊരു 5:30 ഒക്കെ ആകുമ്പോൾ എണീക്കണമെന്ന് വിചാരിച്ച ഞാൻ എണീറ്റത് 6 മണിക്കാണ്. 7 മണിക്കാണ് എണീറ്റത്, 6 മണിക്കല്ല, 7 മണിയാണ് ഞാൻ എണീറ്റപ്പോൾ. പക്ഷേ എല്ലാതും ഞാൻ ഫ്രിഡ്ജിൽ തലേ ദിവസം എല്ലാം സെറ്റാക്കി വെച്ചതുകൊണ്ട് അത്ര പണിയുണ്ടായില്ല. ഇപ്പോൾ ഞാൻ തലേ ദിവസമാണ് ചോറ് ഇറക്കി വയ്ക്കാറ്, അത് ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് പാറുട്ടിന് ഇഷ്ടമുള്ളത് മാത്രം ഉണ്ടാക്കുന്നുള്ളൂ. വെറുതെ കാണാൻ വേണ്ടി ഉണ്ടാക്കിയിട്ട് കയറില്ല, അവൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ഉണ്ടാക്കണ്ടേ. അപ്പോൾ ബീട്രൂട്ട് ഒലത്ത്, പൊട്ടാറ്റോ ഫ്രൈ, നാളികേര ചമ്മന്തി, പിന്നെ എന്തായിരുന്നു, അവിയൽ, അച്ചാർ, പപ്പടം, ഇത്രയാണ് വിചാരിക്കണേ. എല്ലാം തലേദിവസം നാളികേരടക്കം ചേരിക്കാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവിയലിനുള്ള നാളികേരം മാത്രം ഇത്തിരി ചേരാനുള്ളൂ കേട്ടോ. അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ അടുപ്പത്ത് അരിയും അതേപോലെ തന്നെ ബീട്രൂട്ട് തോരനും പൊട്ടാറ്റോ ഫ്രൈക്കും വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. അരി നമ്മളിവിടെ തലേ ദിവസം ഒരു 10:30 ഇൻഡക്ഷൻ കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 6:30, 7 ഇരിക്കുമ്പോൾ നല്ല വിത്ത് പോലെ ചോറ് കിട്ടും, അധികം വെവുമില്ല. അത് പിന്നെ നമ്മളെപ്പോഴും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ, അത് ഞാൻ മറന്നുപോയി. ആ ഒരു കാര്യം കുക്കറിൽ അടിക്കേണ്ടി വന്നു, ചോറ് കുക്കറിൽ. അല്ലെങ്കിൽ ഞാൻ പാറുവിന് നോർമലി കുക്കറിലാണ് അടിച്ചു കൊടുക്കാറുള്ളത്, അധികം വെവാവാതെ നന്നായിട്ട് തെളിയൊക്കെ ഊറ്റി നല്ല ഫ്രഷ് ആക്കിയിട്ട് കേട്ടോ. പിന്നെ അവിയലിൻ്റെ ഒരു ഏരിയയിലേക്ക് ഞാൻ അടുക്കില്ല, കാരണം അവിയൽ, സാമ്പാർ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അതൊന്നും എക്സ്പേർട്ടല്ല, ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ശീലമൊന്നുമില്ല. പക്ഷേ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് സ്വയമേ അഹങ്കരിക്കാൻ പറ്റും, എനിക്കെല്ലാം പെട്ടെന്ന് സെറ്റാക്കാൻ പറ്റും. അതായത് എനിക്ക് കുറച്ച് സമയം കൊണ്ട് ഞാൻ എല്ലാ കാര്യം സെറ്റ് ചെയ്യാനുള്ളൊരു വിൽ പവർ എനിക്കുണ്ട് ഗൈസ്. പണ്ടൊക്കെ കുറേ മണ്ടത്തരങ്ങളൊക്കെ പറ്റും, ഒരു 100 പാത്രങ്ങളെ വീഴും, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം 3 വർഷമായില്ലേ പാറുട്ടനെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചപ്പോൾ തൊട്ട് ഇങ്ങനെ വേഗം എല്ലാ കാര്യങ്ങളും ചെയ്ത് എനിക്കിപ്പോൾ വേഗം എല്ലാ കാര്യവും ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അടുക്കളയിൽ സപ്പോർട്ടിന് അമ്മയുള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതേ ബീട്രൂട്ട് നമ്മൾ തലേ ദിവസം തന്നെ ചോപ്പറിൽ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാ പ്രാവശ്യവും ഞാൻ ചോപ്പറിൽ വളരെ തരിയായിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുക. പക്ഷേ ഇപ്രാവശ്യം കുറച്ചും കൂടെ വലുതായിരുന്നു. ഞാനിങ്ങനെ ഭയങ്കര തരിയായിട്ട് എടുത്ത് ഉണ്ടാക്കുന്നത് ബീട്രൂട്ടാണ് അവൾക്ക് ഭയങ്കര ഇഷ്ടം. കാരണം ഞാൻ റോസ്റ്റ് പോലെ ചെയ്യും, അത് ഒരുപാട് നാളികേരം ഇട്ടിട്ട് എന്താ പറയുക, വരട്ടി എടുക്കും കേട്ടോ. എൻ്റെ മോൾ എന്ത് ഗുഡ് ഗേളാണ്, നേരത്തെ തന്നെ 7 മണിയായിട്ടുള്ളൂ. റെഡി ആവണ്ടേ? അമ്മതേ പൊതിച്ചോറിനുള്ള റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു. അമ്മ മോനൊരു കാര്യം ചെയ്യ്, വേഗം തന്നെ ബ്രഷ് ചെയ്യ്. ഓക്കെ, അപ്പൊ അപ്പോൾ ബീട്രൂട്ട് തോരനും പൊട്ടാറ്റോ ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. ഇനി ചമ്മന്തിയാണ്, നാളികേര ചമ്മന്തിയാണ് പാറുവിന് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സംഭവം. ചില ദിവസം ഞാൻ ലഞ്ച് ബോക്സിൽ ചമ്മന്തി മാത്രം കൊടുത്തേക്കും, അവൾ ചോറിങ്ങനെ വടിച്ച് എടുത്തുകൊണ്ട് വരും. അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മളിവിടെ ചമ്മന്തിയിൽ നന്നായിട്ട് ഉള്ളിയിടും, ഇഞ്ചിയിടും, നല്ലോണം പുളിയിടും, വേപ്പിലിടും, നാളികേരിട്ടിട്ട് നന്നായിട്ടൊന്ന് തട്ടിക്കൂട്ടി അരച്ചിങ്ങോട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡിയായി. ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും തലേ ദിവസം ഉണ്ടാക്കി വെക്കുമ്പോൾ നമുക്കിത്തിരി ലേറ്റ് ആയാലും കുഴപ്പമില്ല, രാവിലെ എനിക്കിരുന്ന് സമാധാനത്തിൽ ഇത്തിരി ചായ കുടിക്കാനൊക്കെ പറ്റും അല്ലേ. അപ്പോൾ ചമ്മന്തിയും ഈ പറഞ്ഞ പോലെ 5 മിനിറ്റിനുള്ളിൽ ചമ്മന്തി റെഡിയായി. അപ്പോൾ ഇപ്പം നാളികേരം ഉടയ്ക്കുന്നത് അവിയലിന് ഒന്ന് എന്താ പറയുക, അവിയൽ ഒതുക്കാനെന്ന് ഇവിടെ പറയും. അവിയൽ ഒതുക്കാനുള്ള നാളികേരം നമ്മളൊരു ഒരു മിക്സ് ഉണ്ടാക്കുമല്ലോ, ആ ഒരു സാധനമാണ്. നാളികേരം ഉടച്ചത് ഒരെണ്ണം വലുതും ഒരെണ്ണം ഭയങ്കര ചെറുതുമായി പോയിട്ടോ. അപ്പോൾ അതുകൊണ്ട് പണ്ട് ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വന്ന അവസരം അമ്മ അവിയലിന് ഒതുക്കാനൊക്കെ തന്നിട്ട് ഞാനത് ചട്നി പോലെയാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം അമ്മ ഭയങ്കര അയ്യോ മക്കളെ ഇതിങ്ങനെയല്ല അങ്ങനെയൊക്കെ പറഞ്ഞെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കാരണം അങ്ങനെ നമ്മൾ ഒട്ടറിയാത്ത സമയത്ത് കുറേ മണ്ടത്തരങ്ങൾ പറ്റിയിട്ടുള്ള ഓർമ്മകളൊക്കെ എനിക്ക് അവിയലിലും സാമ്പാറിലൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പം പാറുട്ടൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഡേ ഒക്കെ ഉണ്ടെങ്കിൽ അവൾ വിളിക്കേണ്ട ആവശ്യമില്ല,
ഒരുപാട് നേരത്തെ എണീക്കും. അതായത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ആൾക്ക്, എന്താ പറയുക, ഫംഗ്ഷനെ പറ്റിയിട്ട്. അപ്പോൾ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ആൾ നേരത്തെ തന്നെ എണീറ്റ് വരും. ഇപ്പോൾ നേരത്തെ ഞാൻ എനിക്ക് താഴെ എത്തിയിട്ട് ഒരു അരമണിക്കൂർ ആകുമ്പോഴത്തേനും പാറുട്ടൻ എത്തിയിട്ടുണ്ടായിരുന്നു. അതന്നെ ലേറ്റ് ആയിട്ടാണ് ആ ദിവസം കിടുന്നത്. പക്ഷെ എനിക്ക് ടെൻഷനില്ല, കാരണം അവൾ എണീറ്റ് വരുന്നത് എനിക്കറിയാം. ഞാൻ പിന്നെ കുറേ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, പാറു നാളെ പുതിയ ന്യൂ ഡ്രസ്സ്, മുല്ലപ്പൂവ്, പുതിയ ഹെയർ സ്റ്റൈല്, ചെരുപ്പ്, ഷൂ ഇടണ്ട, സോക്സ് ഇടണ്ട, ചില്ലടിച്ച് പോവുക, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് വെച്ച് കൊടുക്കും. അപ്പം അവിയലിന് ഒതുക്കി കൊടുത്തിട്ട് ഞാൻ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി. ഞാനും പാറുക്കുട്ടനും കൂടെ വാഴല പൊട്ടിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. വാഴല പൊട്ടിക്കാനല്ല, മുറിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ഇവിടെ വെച്ചിട്ടുള്ള നേന്ത്രവാഴയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇലകളാണെങ്കിൽ എല്ലാതും വിണ്ട് ഇരിക്കുക, എല്ലാ ഇലകളും. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളപ്പുറത്ത് കുളം എനിക്ക് ഭയങ്കര പേടിയായിട്ട് പോകാം, കാരണം നല്ല ആഴമുള്ള കുളമാണ്, ചണ്ടിയാണ് മൊത്തം, മണ്ണ് ചെയ്ത് ചണ്ടി ചെയ്ത് അങ്ങനെ മനസ്സിലാവില്ല. അപ്പോൾ എനിക്ക് പേടിയാണ്, പ്രത്യേകിച്ച് പാറുമോളയും കൂട്ടി പോകുമ്പോൾ ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പോൾ ഇലകൾ ഫുൾ ഇലകൾ മുറിഞ്ഞിരിക്കുക. അപ്പോഴാണ് അവിടെ നിന്ന് ഒരു അശരീരി, അയ്യോ മോളെ നേന്ത്രവാഴയും നല്ല മുറിക്കല്ലേ, നേന്ത്രവാഴയ്ക്ക് എന്തോ പറ്റുമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ നമ്മുടെ റോബസ്റ്റിൻ്റെ വാഴയമ്മ തന്നെ സിമ്പിളായിട്ട് പോയി ഇരുത്തുന്നു. പിന്നെ എനിക്കത് എത്തൂലായിരുന്നു, പൊക്കമില്ല, ഒരു പ്രശ്നമില്ലല്ലോ. അപ്പോൾ അതിനും അച്ഛൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. നിഖിലപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ടായില്ല, അതുകൊണ്ട് കീത്തുവിൻ്റെ അടുത്ത് നല്ലു അതിന് മാറുന്നുണ്ടായിരുന്നില്ല, അവൾ അങ്ങനെ അവിടെ സ്റ്റക്കായിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ പാറുട്ടനെ പൊതിച്ചോറ് കൊണ്ടുപോകാനുള്ള വാഴ ഇല നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇനി വാഴ ഇല നന്നായിട്ട് കഴുകി നന്നായിട്ട് വാട്ടിയെടുക്കണം. എൻ്റെ ഓർമ്മയിലൊന്നും ഞാൻ സ്കൂളിലേക്കൊന്നും പൊതിച്ചോറ് കൊണ്ടുപോയിട്ടുള്ളൊരു ഓർമ്മയേ എനിക്കില്ല, കൊണ്ടുപോയിട്ടേ ഇല്ല എന്ന് പറയാം. ഇവിടെ വന്നിട്ടൊക്കെയാണ് പൊതിച്ചോറ് കഴിച്ചിട്ടുള്ളത്. പിന്നെ എപ്പോഴൊക്കെയോ പൊതിച്ചോറ് കഴിച്ചിട്ടുണ്ട്, ഏതെങ്കിലും വല്ല ഹോട്ടലിലോ അങ്ങനെയൊക്കെ കഴിച്ചിട്ടുള്ളൂ, അതല്ലാതെ പൊതിച്ചോറ് കഴിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏട്ടനാണെങ്കിൽ ജീവനാണ് പൊതിച്ചോറ് എന്നൊക്കെ പറയണത്. പാറുട്ടനും ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഓരോ രസങ്ങൾ. അതായത് ഞാനൊക്കെ വിചാരിക്കും പാറു ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ പാറുമോൾക്ക് പൊതിച്ചോറൊക്കെ ഇഷ്ടമായിരിക്കും. പക്ഷേ എപ്പോഴോ ഞങ്ങളെല്ലാവരും കഴിച്ചപ്പോൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവൾക്ക് കൊടുത്തു, പൊതിച്ചോറുണ്ടാക്കി കൊടുത്തപ്പോൾ അവളത് തുടച്ചു പഠിച്ച് കഴിച്ചു. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായി. നമ്മളെ അമ്മമാർ നമുക്ക് അങ്ങനെയാണല്ലോ, നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത കാര്യം നമ്മുടെ പിള്ളേർ കാണിക്കുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷം അതുപോലെ സങ്കടവും അല്ലേ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, പാറുമോൾക്ക് പൊതിച്ചോറ് ഇഷ്ടമാണല്ലേ. പിന്നെ സ്കൂളിൽ പോകുമ്പോൾ എപ്പോഴും പറയാമേ പൊതിച്ചോറ് ഉണ്ടായിക്കൊണ്ട്, പക്ഷെ എനിക്കത് അവരുടെ സ്കൂളിൽ അലൗഡ് ആണോ എന്ന് അറിയത്തില്ലായിരുന്നു. ഞാൻ ചോദിച്ചിട്ടുമില്ല, അതായത് അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. നമുക്ക് അവിടുത്തെ ഫുഡിൻ്റെ രീതി ആയാലും ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നൊരു സ്കൂളാണ് പാറുവിൻ്റെത്. ഇപ്പോൾ വേസ്റ്റ് ആയാലും ഒരു തുള്ളി വേസ്റ്റ് പോലും അവിടെ ഉപേക്ഷിക്കാൻ പറ്റില്ല. എല്ലാതും എന്താ പറയുക, ടവല്, എല്ലാ സ്കൂളിലും ടവലൊക്കെ ഉണ്ടാവും, പക്ഷെ എന്നിരുന്നാൽ പോലും എന്താ പറയുക, അവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ആ കാര്യങ്ങളൊക്കെ, ഫുഡ് ഒട്ടും തരി പാഴാക്കാതെ, അതായത് അവർ തിരിച്ച് റിട്ടേൺ ഫുഡ് കൊണ്ടുവരില്ല, മൊത്തം കുട്ടികളെ കഴിപ്പിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഫുഡൊക്കെ കൊടുത്തയക്കത്തുള്ളൂ കേട്ടോ. ഫുഡ് വേസ്റ്റ് ആക്കരുത് എന്നൊരു സംഭവമുണ്ട്. അപ്പോൾ അതേ നമ്മൾ അവിയലിൽ ഒതുക്കിയത് അവിയലിട്ടിട്ട് കുറച്ച് തൈരൊക്കെ ഒഴിച്ച് സെറ്റാക്കുകയാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ അവിയൽ വെക്കുമ്പോൾ ഒരുപാട് തൈര് ഒഴിക്കും, കാരണം എനിക്ക് അവിയൽ നല്ല ജ്യൂസി ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. പക്ഷേ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഷ്ണങ്ങൾ ഓരോന്നിങ്ങനെ വിട്ട് അങ്ങനെ കഴിക്കും. വീട്ടിൽ ഞാൻ അമ്മനോട് പ്രത്യേകം പറയും, അതായത് കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്തുടയണം, എനിക്കിങ്ങനെ നല്ല ഇങ്ങനെ ഒടച്ചിലിങ്ങനെ കഴിക്കാൻ കിട്ടണം, അതാണ് കേട്ടോ എനിക്കിഷ്ടം. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ. അപ്പോൾ അമ്മ തൈര് ഓൾറെഡി ഒഴിച്ചു, എന്നിട്ട് പച്ച വെളിച്ചെണ്ണ ഉണ്ടായപ്പോൾ പാരച്യൂട്ടിൻ്റെ വെളിച്ചെണ്ണ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാതെ ഗൈസ്. പാരച്യൂട്ടിൻ്റെ വെളിച്ചെണ്ണ ആരെങ്കിലും കറിക്ക് ഉപയോഗിക്കുമോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ തട്ടിക്കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കും, അത്ര മാത്രം കേട്ടോ. അടുക്കളയിലെ പരിപാടി ഒരു 95% കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്തിട്ടേക്ക് ഇന്നലെ പാരു പൊതിച്ചോറിൽ കൊണ്ടുപോകുന്നത് ബീട്രൂട്ട് വറുത്ത്, ചമ്മന്തി, പൊട്ടറ്റോ ഫ്രൈ, അവിയൽ, അച്ചാർ. കാരണം നമ്മൾ മറ്റേ സദ്യയിലുള്ള ക്യാബേജസ് ഐറ്റംസ് കാര്യങ്ങളൊന്നും പാറു കഴിക്കില്ല. അപ്പോൾ ഞാൻ പാറുവിന് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു 4-5 വിഭവങ്ങൾ മാത്രം എടുത്ത് വെക്കുള്ളൂ, കാരണം വെറുതെ വേസ്റ്റാക്കി കളയും. കഴിക്കുന്ന സാധനം ഇഷ്ടപ്പെട്ട് കഴിക്കാൻ വേണ്ടിയിട്ടെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നത്. അതുകൊണ്ട് അവൾക്ക് ഇഷ്ടമുള്ള 4-5 ഐറ്റംസ് മാത്രം വെച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ. അയ്യേ, അപ്പൊ ഞങ്ങൾ മേക്കപ്പിക്ക് കിടക്കാൻ പോവാണ് അല്ലേ പാറു? കാണിച്ചു കൊടുക്കട്ടെ. അപ്പൊ ഇതാണ് കേട്ടോ പാറൂസിന്റെ പട്ടുപാവാട. ഇത് നമ്മുടെ പാറുവിന്റെ പിറന്നാളിന് ബർത്ത്ഡേക്ക് ആരോ കൊടുത്തിട്ടുണ്ടായിരുന്നു, തുണിയായിരുന്നു. അപ്പൊ ഞാനിത് എന്ത് ചെയ്തു, നമ്മുടെ സ്വന്തം സൂചിയും നൂലും കൊണ്ടുപോയിട്ട് സ്റ്റിച്ച് ചെയ്യിച്ചു. ഇന്നലെ രാത്രിയാണ് ഇതെനിക്ക് കിട്ടിയത്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യട്ടെ പാറു, ഞങ്ങൾ പട്ടുപാവാട ഇടട്ടെ. ഓക്കെ,
ഇട്. പ്രാവശ്യം എന്താ പറയാ, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കുട്ടികളും ഇല കൊണ്ടുപോകണം. പിന്നെ ഓരോ കുട്ടികളും ഓരോ വിഭവങ്ങള് ഒരു മിനിറ്റ് സിബ് തുറക്കില്ല വേറും. ഓരോ കുട്ടികളും ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കി കൊണ്ടുപോയിട്ട് അവിടെ സദ്യ കൊടുക്കും. അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം പൊതിച്ചോറാണ്. എല്ലാരും പൊതിച്ചോറ് കൊണ്ടുവരുന്നതാണ്. ഇത് എന്താ അങ്ങനെ എനിക്കറിയില്ല കേട്ടോ. അതാ അത് പ്ലാസ്റ്റിക് തരാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പറിൽ മടക്കി വെച്ചാൽ അപ്പോൾ പാറുട്ടന് കമ്മൽ ഇടിയിച്ചു കൊടുക്കുകയാണ്. ഞാൻ എൻ്റെ പാറുമോക്ക് ആദ്യമായിട്ട് മേടിച്ചു കൊടുത്തൊരു കമ്മലാണ് കേട്ടത്. അതായത് എനിക്ക് ഭയങ്കര ഇഷ്ടം, ഫുള്ള് വൈറ്റ് സ്റ്റോൺ ആയിട്ടുള്ള കൊട്ട കമ്മൽ. അപ്പം ഞാൻ ഭീമയിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് എൻ്റെ സാലറി ഏട്ടൻ ഒന്നിനും എടുക്കൂലായിരുന്നു. കാരണം എൻ്റെ സാലറി എന്നോട് സൂക്ഷിച്ച് വെക്കാൻ ഏട്ടൻ പറയാം. അതായത് എൻ്റെ സാലറി പിന്നെ ഒരു കാര്യത്തിനും ഏട്ടൻ ചോദിക്കാറില്ല. അപ്പോൾ ആ സാലറി ഞാൻ അവിടെ ഒരു ഗോൾഡ് സ്കീം വെച്ച് അതിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ട് എൻ്റെ പാറുട്ടനെ ഞാൻ വാങ്ങിച്ചു കൊടുത്ത കമ്മലാണത്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഫേവറേറ്റ്. എനിക്ക് അവൾ ഇട്ടിട്ടും കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പാറുട്ടന് എൻ്റെ ഒക്കെ ഒരു മുഖമാണ്, അതായത് കുറച്ചും കൂടെ ഐശ്വര്യമുള്ളൊരു മുഖമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഹെയറും കൂടി ഉള്ളതുകൊണ്ട് അവൾ എൻ്റെ ഒരു കോപ്പി ആയിട്ട് എനിക്ക് തോന്നും പല കാര്യങ്ങളും. അപ്പോൾ ഈ പണ്ടൊക്കെ കമ്മലൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് ഭയങ്കര മടിയായിരുന്നു അവൾക്ക്, ഭയങ്കര പേടിയായിരുന്നു. ഇപ്പോൾ ഒറ്റയ്ക്ക് കമ്മൽ ഊരി ഒറ്റയ്ക്ക് തന്നെ ഇടും, അങ്ങനെയൊക്കെയായി. അപ്പം ഞാൻ വിചാരിക്കും, ഈശ്വര എൻ്റെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എനിക്ക് ഈശ്വര പാറുക്കുട്ടൻ വളർന്നു, അവൾ ഒറ്റയ്ക്ക് ഇതൊക്കെ ചെയ്യാറായില്ലേ. പിന്നെ ഓരോ കാര്യങ്ങൾ ഒപ്പീനിയൻസ് പറയും. അമ്മ ഇതിനിത് മാച്ചാണോ, അമ്മ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ഡ്രസ്സ് ഇടുമ്പോൾ ഈ സ്റ്റോൺ എന്ന് പറയണത് അത് മാച്ചല്ല. അതായത് എൻ്റെയും കീത്തുൻ്റെയും കൂടെ ഒപ്പം നിന്ന് സംസാരിക്കാൻ പറ്റുന്നൊരു ലെവലാവും. അതായത് 2-3-4 വായ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി പരിപാടിയിലേക്ക് കിടക്കാമല്ലോ. നോക്കട്ടെടാ, ഇത് പാറുവിൻ്റെ എൻ്റെ ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് മേടിച്ച് സ്റ്റോക്ക് ഔട്ടാണ് ഇപ്പോൾ. അയ്യൊരു മാല. ഇനി മേക്കപ്പിലേക്ക് കിടക്കുകയാണ് കേട്ടോ ഗൈസ്. എന്താ പറയുക, ഇതൊക്കെ നമുക്കൊരു ലോട്ടറി അടിക്കുന്ന പോലെയാണ് പാറുവിനെ കിട്ടുക. കാരണം ചില സമയങ്ങളിൽ മിക്കവാറും നമ്മൾ ഫംഗ്ഷനൊക്കെ സ്കൂളിലേക്ക് പിന്നെ ആൾ ഓക്കെ ആയിട്ട് നിന്ന് തരും കേട്ടോ. ഫ്രണ്ട്സൊക്കെ നല്ല ഒപ്പം നിൽക്കുന്ന ഫ്രണ്ട്സൊക്കെ നല്ല സ്റ്റൈലായിട്ട് വരില്ലേ, അതുകൊണ്ട് അവൾ സ്കൂളിലേക്ക് പോണേന് നല്ല ഭംഗിയിലൊക്കെ നിന്ന് തരും. അതല്ലാണ്ട് പുറത്ത് വല്ല ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ മേക്കപ്പ് ചെയ്യാനൊന്നും നിന്ന് തരില്ല, ഭയങ്കര ഇതായിരിക്കും. ഇപ്പോൾ എന്തൊക്കെ ഇത്തിരി ഫൗണ്ടേഷൻ ഡ്രസ്സുമൊക്കെ ആയപ്പോൾ എന്നെ ഇങ്ങനെ വഴക്ക് പറയുക, അമ്മ ശ്രദ്ധിക്കണ്ടേ, പുതിയ ഡ്രസ്സല്ലേ, അപ്പോൾ ഇത് അഴുക്കൊക്കെ ആവില്ലേ, ശ്രദ്ധിച്ച് ചെയ്യും ഓരോ കാര്യങ്ങൾ, അങ്ങനെയൊക്കെയാണ് പറയുക. അപ്പോൾ സോറി പറയും, അറിയാണ്ട് പറ്റിയതാ. അപ്പം നമ്മൾ ഫ്രണ്ട്സ് പോലെ അതുപോലെ സംസാരിക്കും കേട്ടോ. അപ്പം ഇന്ന് ഭയങ്കര മൂഡിലാണ് നിൽക്കുന്നത് ആൾ. അപ്പോൾ കണ്ണെഴുതാനൊരു ടാസ്ക്കാണ്. അപ്പം ഞാൻ പതപ്പിച്ചങ്ങോട്ട് നിർത്തിക്കൊണ്ടിരിക്കുകയാണ് പാറുട്ടനെ കണ്ണെഴുതിക്കാൻ. പണ്ടൊക്കെ ഉണ്ടല്ലോ ഗൈസ്, എന്താ പറയുക, ഇങ്ങനത്തെ ഇതിനൊക്കെ എൻ്റെ അപ്പുറത്തെ വീട്ടിലത്തെ ചേച്ചിമാരാണ് എന്നെ റെഡിയാക്കി തരാം. കാരണം അമ്മ വെളുപ്പിന് തന്നെ പോവും. അമ്മയ്ക്ക് ഇങ്ങനെ ബ്രാഞ്ചുകളൊക്കെ ചിലപ്പോൾ 25 കൊല്ലമായി. ഇപ്പം അമ്മ 25 കൊല്ലത്തിൽ മണപ്പുറത്തിൻ്റെ കേരളത്തിലുള്ള ഒട്ടുമിക്ക സ്ഥലങ്ങളിലും അവ വർക്ക് ചെയ്തിട്ടുണ്ടോ മിക്കവാറും. അയ്യോ, ഒട്ടുമിക്ക സ്ഥലത്ത് അവ വർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരുക്കാൻ പറ്റാത്ത സമയത്ത് എന്നെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിമാരെ ഒരുക്കിയിരുന്ന ചിടി ചേച്ചിയും ചീമ ചേച്ചി, അമ്മമ്മ അങ്ങനെ ഇങ്ങനെ എന്താ പറയാ, അമ്മ ഉണ്ടാവൂല എപ്പോഴും. അമ്മ അല്ലെങ്കിൽ മേമ എപ്പോഴും ഉണ്ടാവും ഇവിടെ, അല്ലെങ്കിൽ അമ്മ അച്ചമ്മ ഉണ്ടാവും, ആരില്ലെങ്കിൽ അച്ചമ്മ ഉണ്ടാവും മേക്കപ്പ് ചെയ്യാൻ. അമ്മയ്ക്ക് അറിയില്ലെങ്കിലും അമ്മയായാലും അച്ചമ്മ എന്നാലും പൊട്ടൊക്കെ തൊടാനൊക്കെ അറിയാലോ അച്ചമ്മയ്ക്ക്. ഞാൻ എൻ്റെ മോനെ ഭഗീരഥനാക്കിയിട്ടുണ്ട്. കണ്ണുതാ
എന്തിരിക്കണ നോക്കട്ടെ കണ്ണടക്കേ. കണ്ട ഗൈസ്, നിങ്ങളുടെ മക്കളൊക്കെ ഇപ്പൊ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളൊന്നും ഇങ്ങനെ ഇരുന്ന് തരില്ല അല്ലേ? എന്റെ മോള് കണ്ണെഴുതാൻ എന്റെ നമുക്ക് പണ്ട് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ ഗൈസ്. പക്ഷെ ഇപ്പൊ ഒരു പേടിയില്ല ഗൈസ്. പണ്ട് എൻ്റെ മോൾ ഒട്ടും എനിക്ക് ഇരിക്കാൻ തരില്ലായിരുന്നു. പക്ഷെ മേക്കപ്പ് ആർട്ടിസ്റ്റുടെ മുന്നിലൊക്കെ നല്ല രീതിയിൽ ഇരുന്ന് കൊടുക്കും. അമ്മയുടെ അടുത്ത് മാത്രം എൻ്റെ മോൾ ഇരിക്കില്ലായിരുന്നു. പക്ഷെ എൻ്റെ മോൾക്ക് കണ്ടില്ലേ, ഇപ്പൊ കണ്ടില്ലേ ഗൈസ്? കാണിച്ചു കൊടുക്കും ഗൈസ്. ആണ് എത്ര വൃത്തിയിൽ നിങ്ങളുടെ മക്കൾക്കൊക്കെ കാണിച്ചു കൊടുക്കണം കേട്ടാ. എൻ്റെ മോള് എത്ര ഭംഗിയായിട്ടാണ് കണ്ണെഴുതാൻ ഇരിക്കണല്ലേ. വേറെ കാണിച്ചു കൊടുക്കണം കേട്ടോ എല്ലാവരും നിങ്ങളുടെ മക്കൾക്ക്. എന്തൊരു ഗുഡ് ഗേൾ ആയിട്ടാണ് അവൾ ഇരിക്കുന്നതെന്ന് കണ്ടില്ലേ? കണ്ടില്ലേ ഗൈസ്? ഞങ്ങൾ ലിപ്സ്റ്റിക് ഓ നിറനായി പൊന്നിൽ ലിപ് ലൈനർ വേണ്ട. എൻ്റെ മുതൽ ലിപ്പിന് ഭയങ്കര നല്ല കളറല്ല ഷേപ്പ്. ഇനി ഹെയർ ആണ് കേട്ടോ. ഹെയർ പാർമോളുടെ ഹെയർ വീണ്ടും ഭയങ്കരമായിട്ട് ലെങ്ത് വെച്ചു. അതായത് വെട്ടി അത്രയ്ക്ക് തന്നെയായി പാറുട്ടൻ്റെ. ഇപ്പോൾ ഒരു 4 മന്ത് ആവുന്നുള്ളൂ പാറുട്ടൻ്റെ മുടി വെട്ടിയിട്ട് കേട്ടോ. വേഗം തന്നെ വെട്ടണം. ഞാൻ ഫോക്ക് ഡാൻസ് കഴിഞ്ഞ് അപ്പം തന്നെ വെട്ടാന്ന് വെച്ചത്. പക്ഷെ അവൾ പറഞ്ഞു, അമ്മ എനിക്ക് ബർത്ത്ഡേയുടെ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഷൂട്ട് ചെയ്തിട്ട് എൻ്റെ ഹെയർ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഷൂട്ട് ഉണ്ടല്ലോ അല്ലേ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ ഹെയർ സ്റ്റൈൽ ചെയ്യാമെന്ന് പറയണതും ഒരു ടാസ്ക്കാണ്. ഞാൻ എങ്ങനെയൊക്കെയോ ഹെയർ സ്റ്റൈൽ സെറ്റാക്കി കൊടുക്കാൻ പോവാണ് കേട്ടോ. ശരീരമില്ല, ഭക്ഷണം കഴിക്കാണെന്ന് വേറെ ഒന്നുമില്ല. ഭക്ഷണേ അങ്ങനെ ആക്കണം. സമയത്തായിട്ടുള്ളൂ. ഇത്തിരി കൂടെ മുളക്കിച്ചിരിക്കണം കേട്ടാ. മോനെ ചൊവ്വിന് ഇരുന്നിട്ടില്ലെങ്കിൽ അമ്മയ്ക്കിത് വൃത്തിക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടാ. ചോറ് പൊതിയണം. ഇവിടെ കുറച്ച് പേത്തിരി പൊടി ഉണ്ടാവൂലേ? അതായത് കുറച്ച് മുല്ലപ്പൂ ഇങ്ങനെ നിൽക്കണം. ഇതാണോ പറയണേ? ഇങ്ങനെ കുറച്ച് മുല്ലപ്പൂ ഇങ്ങനെ നിൽക്കണോ? അതിനൊക്കെ ഭംഗിയമ്മ പറയട്ടെ. ഇതിങ്ങനെ ഉള്ളിൽ കൂടി എടുത്തിട്ട് അപ്പൊ മുല്ലപ്പൂ കാണുകയും ചെയ്യും, ബാക്കിക്കും ഉണ്ടാവും. ഇങ്ങനെ പോരെ? സൂപ്പർ അല്ലേ പറു? ഇതൊക്കെയല്ലേ ഗൈസിനോട് ചോദിക്കൂ. ഗൈസ് ഇങ്ങനെ വെച്ചാ പോരെ? ഇത് ഓക്കെയാണോ ചോദിക്കൂ. ഓക്കെയാണോ? എനിക്ക് ഭംഗിയുണ്ടോ? കേട്ടാ ഒരാളെ എന്നെങ്കിൽ ഇരുന്നിട്ട് പാർസേ ഷാള് കൊണ്ടുവന്നത് ഇവിടുത്തെ ഇടവരുന്നു ദോവടി പോലെ ഇങ്ങനെ. അമ്മ ഷാളും കൊണ്ടുവന്നിരുന്നു കഴിഞ്ഞാലേ ഇങ്ങനെ വര വച്ചിട്ടായിരുന്നു. അപ്പോൾ ഗൈസ് ദേ ഹെയർ സ്റ്റൈലൊക്കെ സെറ്റ് ചെയ്തു. ഇത് ഞാൻ ചെയ്യുമ്പോൾ ഞാൻ ആലോചിക്കുന്ന കാര്യം എന്ന് അറിയോ, പണ്ട് എൻ്റെ അമ്മയെ ഞാൻ എപ്പോഴും അടിയാണ്. കാരണം അമ്മ മേക്കപ്പ് ചെയ്തിരുന്നത് എനിക്കിഷ്ടമാവില്ല, അമ്മ സാരി ഉടുപ്പിക്കുന്നത് എനിക്കിഷ്ടാവില്ല. ഈ ഒരു സ്റ്റേജിലേക്ക് ഞാൻ എൻ്റെ മോളെത്തും. അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോഴൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ള അച്ഛാ, കുറച്ച് നാൾ കഴിയുമ്പോൾ ഇപ്പോഴേ ഉണ്ട് പാറുവിൻ്റേതായിട്ടുള്ള കുറേ ആഗ്രഹങ്ങൾ, കുറേ ഡിസിഷൻസൊക്കെ, പാറുവിൻ്റേതായിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. കുറച്ചും കൂടെ അവളായിക്കഴിഞ്ഞാൽ അവൾ എന്നെ അടുപ്പിക്കില്ല. അപ്പോൾ ഈ ഒരു സമയം ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്യട്ടെ അങ്ങനെ വിചാരിക്കും. കാരണം
ഒട്ടുമിക്ക അമ്മയും മക്കളും ശരിയല്ലേ, ശരിയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം. അടിയായിരിക്കും. കാരണം അവർ ചെയ്യുന്ന മേക്കപ്പ് ഒന്നും നമുക്ക് ഇഷ്ടാവില്ല, അവർ ചെയ്യുന്ന ഹെയർ സ്റ്റൈലൊന്നും നമുക്ക് ഇഷ്ടാവില്ല അല്ലേ. വളയിടണ്ടേ മേമയ്ക്ക് കാണിച്ചു കൊടുക്ക്. വളെടുത്തണ്ടേ ചോറൂതിയണം. ചെല്ല് താങ്ങാൻ പറ്റില്ല, ചെല്ല്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലൂസിനും അയിനൂസിനും നമ്മുടെ പാറുട്ടനെ കണ്ടപ്പോഴുണ്ടല്ലോ ഭയങ്കര സന്തോഷമായിരുന്നു. പ്രത്യേകിച്ച് തലയിൽ മുല്ലപ്പൂ ഒക്കെ വെച്ചിട്ട് കണ്ടപ്പോഴും കെട്ടിപ്പിടിച്ച് ഉമ്മൊക്കെ കൊടുക്കായിരുന്നു. കാശിക്കുട്ടൻ അങ്ങനത്തെ പ്രത്യേകമായ എക്സ്പ്രഷൻസും ഭാവമാറ്റങ്ങളും ഒന്നുമില്ല. കാശി അവിടെ കിടന്നിട്ട് ഓക്കെ ചേച്ചി കൊള്ളാം, അത്രേ ഉള്ളൂ. ആ ഒരു എക്സ്പ്രഷനായിരുന്നു കാശിക്കുട്ടൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ. കൊള്ളാം, നന്നായിട്ടുണ്ട് ആ ഒരു സാധനം. പക്ഷെ അല്ലൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലു ആണ് മെയിനായിട്ട്. അല്ലൂസിന് അങ്ങനെ ഒരു സംഭവമുണ്ട്. അതായത് ഇങ്ങനെ കുറച്ച് പോളിച്ചയിലൊക്കെ കാണുമ്പോൾ അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും ആൾ കേട്ടോ. അപ്പോൾ തൊട്ടും പിടിച്ചൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതേ പൊതിച്ചോറ് സെറ്റാക്കാനുള്ള പരിപാടിയിലാണ്. ഇവിടെ പൊതിച്ചോറൊക്കെ ഉണ്ടെങ്കിൽ അച്ഛനാണ് പൊതിയൊക്കെ ചെയ്യുക. ഓരോത്തിനും ഓരോന്നിൻ്റേതായ ക്രമങ്ങളുണ്ട്, അങ്ങനെയാണ് അച്ഛൻ പറയുക. അപ്പം അതായത് ചോറിടാനും പിടിക്കാനൊക്കെ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഞാൻ ഇടപെടാറില്ല കേട്ടോ. അപ്പോൾ അമ്മ ഇപ്പോഴാണ് പാറുമോളെ കാണുന്നത്, കുളിച്ച് വന്നിട്ടുള്ള അമ്മ. അപ്പോൾ പാറുവിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു അമ്മയ്ക്ക്. അപ്പോൾ നമ്മുടെ കറികളിൽ നിന്ന് എന്തൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛാ ചോറ് കുറച്ചിട്ടാൽ മതി, കാരണം ചോറിന് കൂടിക്കഴിഞ്ഞ് കഴിക്കാൻ പറ്റാണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കരച്ചിലിൻ്റെ വക്കത്തേക്ക് എത്തും. അപ്പോൾ അത് വേണ്ട, ഇത്തിരി ചോറിട്ടാൽ മതി. പിന്നെ അതേ അവിടെ ഗൈഡ് ചെയ്യാൻ ആൾ നിൽക്കുന്നുണ്ട് കേട്ടോ. ചോറ് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ പറയും ഇനി അതിലേക്ക് കുറച്ച് ചമ്മന്തി. അപ്പോൾ പാർട്ടും തന്നെ പറയുന്നുണ്ട് അച്ഛാ കുറച്ചും കൂടെ ചമ്മന്തി, ഓക്കെ കുറച്ചും കൂടെ ചമ്മന്തി ആയിക്കോട്ടെ. ഇവിടെ ഞാൻ പാട്ടുണ്ട് അവിടെ TV-യിൽ, അത് കാരണമാണ് പ്ലേ ചെയ്യാത്തത് കേട്ടോ, ഓൺ വോയിസ് ഇടാത്തത്. അതിൽ അവിയൽ പറഞ്ഞു ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതും ഇരുന്ന് പറയുന്നുണ്ട് അച്ഛാ എനിക്ക് അവിയൽ ഭയങ്കര ഇഷ്ടമാണ്, അവിയൽ കുറേ ഇട്ടു. പിന്നെ നമ്മളെ ചോറ് തുറക്കുമ്പോൾ ഇതെല്ലാം മിക്സായിട്ടായിരിക്കുമല്ലോ ഉണ്ടാവുക, ഏകദേശം ഒരു പരിവായിട്ടുണ്ടാവുമല്ലോ. ആൾക്ക് മിക്സ് ചെയ്തിട്ടുള്ളതൊന്നും ഇഷ്ടമല്ല. പക്ഷേ എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ ഇരുന്ന് കഴിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ നമ്മുടെ ബീട്രൂട്ട് തോരനും ഈ ഒരു പൊട്ടാറ്റോ ഫ്രൈ ആദ്യം എടുത്ത് ഫുൾ ആൾ കഴിക്കും, എന്നിട്ട് ചോറിക്ക് കിടക്കുള്ളൂ. അത് ഇടയിന്ന് എടുത്ത് കഴിക്കില്ല കേട്ടോ. അങ്ങനെ ഒരു ശീലമില്ല. പിന്നെ ഒറ്റയ്ക്കാണ് ഇപ്പോൾ കഴിക്കുക. പക്ഷേ ആൻറ്റിമാരൊക്കെ ഉള്ളതുകൊണ്ട് പ്രശ്നമില്ല. ആൻറ്റിമാർ അത് കറക്റ്റായ രീതിയിൽ അത് ഗൈഡ് ചെയ്ത് കൊടുത്തോളും, എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തോളും. ആ ഒരു കാര്യത്തിലൊന്നും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ നമ്മുടെ പൊതിച്ചോറ് മൊത്തം സെറ്റായിട്ടുണ്ട്. ഒരു പപ്പടം തണുത്ത് പോവും, എന്നാൽ പോലും അച്ഛന് പപ്പടം വെക്കാമെന്ന് പറഞ്ഞു കേട്ടോ. ഒത്തിരി എന്നിട്ടാണ് ഞാൻ അച്ചാറിൻ്റെ കാര്യം ആലോചിച്ചത്. നാരങ്ങച്ചാറ് ഇപ്പോൾ എന്നും കൊണ്ടുപോകും സ്കൂളിലേക്ക്. അപ്പോൾ ഒരു കഷ്ണം നാരങ്ങച്ചാറും പപ്പടവും വെച്ചിട്ട് നമ്മുടെ പൊതിച്ചോറ് ഇതിവിടെ സെറ്റാവാൻ പോവുകയാണ് ഗൈസ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഓരോ കുട്ടികളും ഓരോ കറികൾ കൊണ്ടുപോയിട്ട് അവിടെ സദ്യ വിളമ്പി കൊടുക്കും, അങ്ങനെയായിരുന്നു. ഇപ്രാവശ്യം പായസം ഉണ്ട് അവിടെ സ്കൂളിൽ. പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആക്കിയെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമായിരിക്കും എന്തായാലും. അപ്പോൾ അതേ അമ്മ ചന്ദനവും തൊട്ട് കൊടുത്തു. അപ്പോൾ ഈ ഒരു മാല എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് സെയിൽ പോയിട്ടുണ്ടായിരുന്നു. ടാഗ് ചെയ്യാൻ മാത്രം പറയരുത്, കാരണം ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. ആ മാല കംപ്ലീറ്റ് ആയിട്ട് പോയി എന്നുള്ളതാണ്. 2 മാല ഇട്ടിരുന്നത്. പക്ഷെ നല്ല ഭംഗി, ഒരു എന്താ പറയുക, നല്ലൊരു ലുക്കാണ് അത് ഇട്ടിട്ട് കാണാനായിട്ട്. പാറിട്ടിന് ഞാൻ റബ്ബർ ബാൻഡ് കെട്ടി കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ബാക്കിൽ കൂട്ടി കെട്ടിയിട്ടുണ്ട്, കുറച്ചും കൂടെ ലെങ്ത്ത് ഉണ്ട് ആ മാലയ്ക്ക്. നമുക്കൊക്കെ പറ്റത്തുള്ളൂ. പക്ഷെ പാറിന് കുറച്ചും കൂടെ ബാക്കിൽ കെട്ടി ടൈ ചെയ്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് അവൾക്കത് കറക്റ്റായിട്ട് നിന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവിയലിരുന്ന് കഴിക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ പാറുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് എന്താ പറയുക, എന്ത് രസമാണ് കാണാൻ. കഴിഞ്ഞ ഓണത്തിനും അതെട്ടെ, ഇനി ഞാൻ എൻ്റെ മോളെ തന്നെ പൊക്കി പറയുന്നു എന്ന് അങ്ങനെയല്ല. പക്ഷേ നമുക്കുണ്ടാവില്ല നമ്മുടെ മക്കൾ നല്ല രസത്തിൽ നിൽക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളകൾ മാച്ചായിട്ടുള്ള വള മേലയിൽ എല്ലാ വളകളും ഉണ്ട് അവൾക്ക്. ഞാൻ ഫോക്ക് ഡാൻസിന് എല്ലാ കളേഴ്സും മേടിക്കുമല്ലോ. പക്ഷേ പിങ്കിൻ്റെ കളറ് ഉണ്ടായിരുന്നത് ടൈറ്റായിരുന്നു. അപ്പോൾ എനിക്കതൊരു ഓർമ്മ ഉണ്ടായില്ല അത് ടൈറ്റാണ് മാച്ചിനെന്ന്. പക്ഷെ ഞാനുള്ള വള വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞേച്ചു. വളകൾ വേണം അങ്ങനത്തെ നിർബന്ധമൊന്നുമില്ല. വളയില്ലെങ്കിലും മാലയില്ലെങ്കിലും കമ്മലില്ലെങ്കിലും ഞാൻ പോവാൻ ഒരു തോട്ടാണ് കേട്ടോ പാവറിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി ടൈറ്റ് ഉണ്ടായിരുന്നേ. പിന്നെ ഈ മുടി ഇങ്ങനെ സൈഡ് സെറ്റാക്കി വെച്ചിട്ടില്ല ഞാൻ. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവാറില്ല. അത് ഇപ്പോഴും ശരിയായോ എന്ന് എനിക്കറിയില്ല, ശരിയാവാറില്ലായിരുന്നു. അങ്ങനെ നമ്മുടെ പാറുമോള് സുന്ദരിക്കുട്ടിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഗൈസ്. തിരിഞ്ഞേ
എഴുതി പൊതിച്ചോറ് എങ്ങനെ ഓപ്പൺ ചെയ്യാന്നറിയോ? അച്ഛനെങ്ങനെ ഓപ്പൺ ചെയ്യുന്ന പറഞ്ഞോടത്തെ? ഇത് റെഡ് തുറക്കാ പിന്നെ ഈ പുതിയ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഈ 2 റബ്ബർ ബാൻഡ് എടുക്കുക ആദ്യം. അത് ഇങ്ങനെ മറത്തി വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ 4 ദിവസം തുറക്കാൻ പറ്റും കേട്ടോ. 3 ദിവസം തുറക്കും. ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് കേട്ടോ. ആദ്യം ഇത് രണ്ടും ഇത് കളയണം കേട്ടോ. എല്ലാം റെഡി ആക്കിയിട്ട് പോകാനൊരു 2 മിനിറ്റ് ബാക്കിയുള്ളപ്പോഴാണ് ടിഫിൻ ഞാൻ സെറ്റ് ചെയ്തില്ല എന്ന് ആലോചിച്ചത്. ടിഫിൻ ബോക്സ് കൊണ്ടുപോകണമായിരുന്നു. പൈനാപ്പിൾ ഉണ്ടായിരുന്നു, അത് വേഗം കട്ട് ചെയ്ത് അതിൽ കുറച്ച് ഉപ്പിട്ട് അത് അവൾ സെറ്റാക്കി തന്നു. ടക്കീത്ത് സെറ്റാക്കി തന്നു. അതുകൊണ്ട് അത് ഭാഗ്യം ഗൈസ്, അത് വേഗം തന്നെ അത് കഴിഞ്ഞു. അപ്പം പാറക്കുട്ടിയുടെ കുറച്ച് ഫോട്ടോ എടുക്കൽ സെക്ഷനൊക്കെ ആയിരുന്നു. പാറമോളുടെ മുടി ഇപ്പോൾ നല്ല രീതിയിൽ ഞാൻ ഇവിടെ ഫ്രണ്ട് പോർഷനിലൊക്കെ സെറം വെച്ച് ഇങ്ങനെ സെറ്റായി കൊടുത്തിരിക്കുക. അല്ലെങ്കിൽ കുറേ ബേബി ഹെയർസ് ഉള്ളതൊക്കെ ഫ്രണ്ടിലേക്ക് വരും. ആ സമയം കൊണ്ട് അമ്മ ഒരു റോസാപ്പൂ കൊടുത്തിട്ട് പാറുട്ടിൻ്റെ തലയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല സ്റ്റൈലായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. പക്ഷെ ഒരു 2-3-4 hours കഴിയുമ്പോൾ പാറിൻ്റെ മുടി കേളാവാൻ തുടങ്ങും. അതായത് കേൾ ചെയ്ത് കയറി നിൽക്കല്ല ചെയ്യുക. കട്ട പോലെ ഒരു കട്ട കുറച്ച് കേള്, ഒരു കട്ട അങ്ങനെയാവും കേട്ടോ. അങ്ങനെ ഒരു ഇടച്ചിലും ഇല്ലാതെ ഭയങ്കര ഹാപ്പി ആയിട്ട് എൻ്റെ പാറുക്കുട്ടൻ ദേ സ്കൂളിലേക്ക് പോവാണ് ഗൈസ്. എനിക്കിപ്പോഴും എൻ്റെ പാറുട്ടൻ LKG സ്കൂളിൽ ഓണം സെലിബ്രേഷൻ വിട്ട ഒരു ഓർമ്മയാണ് എനിക്കുള്ളത് കേട്ടോ. ഇപ്പോൾ 1 ക്ലാസ്സായി. ഇനി കണ്ണടച്ചുറങ്ങുമ്പോൾ 5 ക്ലാസ് ആവും. കുട്ടി വലുതാവും. ഇനി ഞാൻ അവൾ ഒരുക്കേണ്ടി വരില്ല, അവൾ ഒറ്റയ്ക്ക് ഒരുക്കും. അങ്ങനെ ഒരു സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് ഇങ്ങനെ പോവും. അപ്പം നിങ്ങളുടെ മക്കൾക്ക് ഓണം സെലിബ്രേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു ആ കാര്യം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അവരൊരുക്കി പറഞ്ഞയച്ച കഥകളൊക്കെ വിവരിച്ചു. ആൺപിള്ളേർക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല തോന്നുന്നു. ഷർട്ടും കൊണ്ടുപിടിപ്പിച്ചോ നീരി അങ്ങോട്ട് പറഞ്ഞയച്ചാൽ മതി. പെൺകുട്ടികളാവുമ്പോഴാണ് ഇത്തിരി സീൻ ഉണ്ടാകുന്നത്. അപ്പോൾ കുഞ്ഞും ഉണ്ടായിരുന്നു. കുഞ്ഞിന് നമ്മൾ അപ്പുറത്ത് കൂടെ കയറ്റി വെള്ളമായത് കൊണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ പാറുട്ടൻ ഇത് സ്കൂളിൽ പോയിരിക്കണം. നിങ്ങൾക്ക് ഓർമ്മയുണ്ട് കഴിഞ്ഞ വർഷം പാറുവിൻ്റെ ഓണം സെലിബ്രേഷൻ ഷോർട്സാണ് ഇട്ടിരുന്നത്. കാരണം അന്ന് കല്യാണത്തിൻ്റെ സമയമായിരുന്നു. അപ്പോൾ വീഡിയോസൊക്കെ പോകാൻ കുറച്ചിങ്ങനെ ടൈറ്റ് ആയിരുന്നതുകൊണ്ട് ഞാൻ വീഡിയോ ഇട്ടില്ല, ഷോർട്സാണ് ഇട്ടിരുന്നത്. ആ ഷോർട്സ് വീഡിയോ നല്ലോണം റീച്ച് ആയിട്ടുണ്ടായിരുന്നു. അന്നും പാറു ഭയങ്കര നല്ല രസത്തിലാണ് പോയിരുന്നത്. ഇപ്പോഴേ പാറിനൊരു എനിക്ക് എല്ലാവരും പാറുവിനെ നേരി കാണുമ്പോൾ എല്ലാവരും പറയും, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറയും, അയ്യോ പാറു ഇത്രയും കുഞ്ഞാണോ, വീഡിയോയിൽ വലിയ കുട്ടീനെ പോലെ ഉണ്ടെന്ന് പറയും. വീഡിയോയിൽ കുറച്ചും കൂടെ വലിയ കൊച്ചാണ്. പിന്നെ അവളുടെ ഹെയർ സ്റ്റൈലായാലും എന്താ പറയുക മുടിയുള്ളത് കൊണ്ട് വലിയ പിള്ളേർ മുല്ലപ്പൊക്കെ വെക്കുന്ന പോലെയല്ലേ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് മുടിയുള്ളെങ്കിൽ നമ്മൾ കണ്ണി തട്ടും. കുറച്ച് മുടിയുള്ളെങ്കിൽ ഇവിടേക്ക് പണിട്ട് ഒരു ഹെയർ ബാൻഡ് വെച്ച് അതിൽ മുല്ലപ്പൊക്കെ വെച്ചിട്ടായിരിക്കും പോകുക. അപ്പോൾ ശരിക്കും അവൾക്ക് ഒരു 10 ക്ലാസ്സിൻ്റെ കൊച്ചിൻ്റെ ഒരു ഇതായിരിക്കും. ഇത് ഏതൊരു വലിയ കൊച്ചിനെ പോലെ ഇട്ടായിരിക്കും കാണുമ്പോൾ. ഇങ്ങനെ മേക്കപ്പൊക്കെ ചെയ്ത് വിടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ എനിക്കിങ്ങനെ ട്രഡീഷണൽ ആയിട്ട് മേക്കപ്പ് ചെയ്യിക്കാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പക്ഷെ അവൾ ആകപ്പാടെ ഇങ്ങനെ ഇതിനും പിന്നെ അമ്പലത്തേക്കും മാത്രം ഇങ്ങനെ പോകുള്ളൂ. അല്ലെങ്കിൽ അവൾക്ക് ഫുൾ പാൻറ്റ് അങ്ങനെയാട്ടോ. അപ്പം അങ്ങനെ പൊതിച്ചോറൊക്കെ കൊടുത്തയച്ച് പറഞ്ഞയച്ചിട്ടുണ്ട്. മേക്കപ്പൊക്കെ ചെയ്ത് പട്ടവടൊക്കെ വരുമ്പോഴത്തേനും എന്ത് കോലാവുമെന്ന് തമ്പുരാനറിയാം. ഇന്ന് പക്ഷേ എന്താ പറയുക 5:30 അലാറം വെച്ചിട്ട് ഞാൻ എണീറ്റത് 6:50 തലേ ദിവസം എല്ലാ സാധനങ്ങളും സെറ്റാക്കി വെച്ചിരുന്നത് കൊണ്ട് വേഗം തന്നെ സെറ്റാക്കാൻ പറ്റി. അതല്ലായിരുന്നു എങ്കിൽ നല്ല അസല് പണി കിട്ടിയാണ്. ശരിക്കും പെട്ടുപോയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ഇന്ന് പിള്ളേർ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല. കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഒരു സ്പേസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ കഞ്ഞി ഇത് അവന്മാർക്കൊക്കെ അതല്ല, കാശിക്ക് ഭയങ്കര സുഭാഷാണ്. കാരണം അവിയലൊക്കെ അവന് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാനൊരു ചായ കുടിക്കട്ടെ ഗൈസ്. ചിയേഴ്സ്. അപ്പം നിങ്ങളുടെ മക്കളുടെ ഓണം സെലിബ്രേഷനൊക്കെ എന്നായിരുന്നു? ഫ്രൈഡേ ആണ്. ഞാൻ എന്നാൽ വീഡിയോ ഇടാൻ എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പം ഇന്ന് നമ്മുടെ സ്കൂള് പൂട്ടുകയും ചെയ്യും. സ്കൂളിൽ നിന്ന് കുറേ പിള്ളേർ മുണ്ടു ഷർട്ടൊക്കെ എടുത്ത് പോയിട്ടതില്ലേ. കുറേ പിള്ളേർക്ക് ഇന്ന് ഓണം സെലിബ്രേഷനും ഒക്കെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും. പിന്നെ ഞാനൊരു ചായ കുടിക്കട്ടെ ഗൈസ്. വെക്കേഷൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. അതായിരിക്കും.